തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ വാടക കെട്ടിടത്തിന്റെ പേരിൽ BJP CPM പോരുമുറുകുന്നു. MLA വാടക കരാറ് നീട്ടി നൽകിയതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ MLAക്ക് അവിടെ തുടരുകയുമാവാം. പക്ഷേ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന VK പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയണമെന്നാണ് BJP കൗൺസിലർ ശ്രീലേഖയുടെ ആവശ്യം. വാടക കരാറ് കൊടുത്ത് ഏർപ്പാടാക്കി വാടക കൊടുത്ത് ഇപ്പോഴും തുടരുന്ന MLAയുടെ ഓഫീസിൽ തന്നെ ഇരിക്കണോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. നിലവിലെ വാടക കരാർ അവസാനിപ്പിക്കാതെ ഓഫീസ് മാറില്ലെന്ന കർശന നിലപാടിലാണ് VK പ്രശാന്ത് MLA. സാമാന്യ മര്യാദയുടെ ലംഘനമാണ് ശ്രീലേഖ നടത്തുന്നതെന്നും VK പ്രശാന്ത് പറഞ്ഞു. പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ എപ്പോഴായിരുന്നു ശ്രീലേഖ ഇക്കാര്യം ആവശ്യപ്പെട്ട് വിളിച്ചത്? ഇന്നലെ രാവിലെയാണ് ശ്രീലേഖ IPS വിളിച്ചത്. ഞങ്ങളുടെ MLA ഓഫീസ് ശാസ്തമംഗലത്ത് നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലാണ്. ഒരു മുറിയിൽ കൗൺസിലറുടെ ഓഫീസുണ്ട്, മറ്റൊരു മുറിയിൽ MLAയുടെ ഓഫീസും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ MLAയും കൗൺസിലറുടെ ഓഫീസും ഒക്കെ സുഖമായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഓഫീസ് ചെറുതാണ്, സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA മാറിത്തരണം, അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യമുള്ള മുറിയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ ഞാനത് പറഞ്ഞത് നമുക്ക് മാർച്ച് വരെ കാലാവധിയുണ്ട്, അത് കഴിയുമ്പോൾ ഒഴിയുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. എന്തായാലും ഈ ടൈം കഴിയട്ടെ, അതുവരെ എന്തായാലും ഒഴിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ ഇതൊരു സാമാന്യ മര്യാദയുടെ ലംഘനം കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മുറി വാടക കൊടുക്കുന്നത് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വാടക നിശ്ചയിച്ച് ആ വാടക നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ മുറി കിട്ടുക, റൂം ലഭിക്കുക. അപ്പോൾ അത് നഗരസഭാ സെക്രട്ടറിയാണ് നോട്ടീസ് നൽകേണ്ടത്. നഗരസഭാ കൗൺസിൽ നേരത്തെ നൽകിയ കൊടുക്കാൻ വേണ്ടി കൊടുത്ത കരാർ റദ്ദാക്കണം. അപ്പോൾ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല. അപ്പോൾ ഈ നിലയിൽ അവർക്ക് അധികാരം കിട്ടിയത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നാട് വിട്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അവിടെ ഞാൻ മേയറായിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതും അതിന്റെ ഉദ്ഘാടനം നടക്കുന്നതും എല്ലാം ആ സമയത്ത് തന്നെയാണ്. പക്ഷെ അതൊരു ക്ലെയിമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അവിടെ കടിച്ചു തൂങ്ങേണ്ട കാര്യവുമില്ല. ഇപ്പൊ നിയമാനുസരണമായി നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി നഗരസഭാ കൗൺസിൽ വാടക കരാർ റദ്ദ് ചെയ്യുന്ന സമയത്ത് അത് പരിശോധിക്കും. ഇപ്പൊ ശ്രീലേഖ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അതിന്റെ പിറകിൽ ഈ പറയുന്ന പുതിയ ഭരണം ഏറ്റെടുത്തവരുടെ നേതൃത്വം അടക്കം ഉണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമവശങ്ങൾ അറിയാമല്ലോ. അപ്പൊ അവിടുത്തെ കൗൺസിലറെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് MLAയോട് ഒഴിയണം എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള അത് ശരിയാണോ എന്നുള്ള കാര്യം ഈ വിളിച്ചവരും അതിന് പ്രേരിപ്പിച്ചവരും ചിന്തിക്കണമെന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇതൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട്, ബാക്കി ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. അവർക്കും ഇവിടെ ന്യായമായി പ്രവർത്തിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടല്ലോ. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് BJPയുടെ പുതിയ ഭരണസമിതി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനം വിലയിരുത്തും. ഞങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ബലമായി ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളൊരു നിലപാടൊന്നും ഞാനും എടുക്കുന്നില്ല. അത് പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. വളരെ കൃത്യമാണ്. മുൻ മേയർ കൂടിയാണ്, അതിന്റെ എല്ലാ അനുഭവ സമ്പത്തുമുണ്ട്. എന്തായാലും ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കടുത്ത ഈ നടപടി, ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നറിയില്ല. എന്തായാലും VK പ്രശാന്ത് കടിച്ചു തൂങ്ങി നിൽക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാമാന്യ മര്യാദ, അത് ഏത് രാഷ്ട്രത്തിൽ നിൽക്കുന്ന ആളായാലും അത് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രശാന്ത് ഇപ്പോൾ റിപ്പോർട്ട് TVയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോർപ്പറേഷൻ കൗൺസിൽ ഒരു തീരുമാനം അവർ കൂടിയിട്ടെടുത്താൽ ഭൂരിപക്ഷം BJPക്കാണല്ലോ, MLAക്ക് കെട്ടിടം ഒഴിയേണ്ടി വരും. കാര്യം കോർപ്പറേഷൻ കൗൺസിലാണ് അത് തീരുമാനിക്കാനുള്ള അധികാരം. പക്ഷേ കഴിഞ്ഞ തവണ കോർപ്പറേഷൻ കൗൺസിൽ MLAക്ക് അനുകൂലമായിട്ടാണ് ആ വാടക കരാർ നീട്ടി നൽകാൻ തീരുമാനിച്ചു. അരുൺ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ശാസ്തമംഗലം MLA ഓഫീസിന് മുന്നിൽ നമ്മുടെ റോഷിപാലും നിൽക്കുന്നുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് അരുണിലേക്ക് പോയിട്ട് വരാം. അരുൺ, പ്രശാന്ത് പറയുന്നത് നിയമപോരാട്ടം നടത്തുമെന്നുള്ളതാണ്, അല്ലാതെ ബലപ്രയോഗത്തിലൂടെ അവിടെ കയറിയിരിക്കില്ല. നാട്ടുകാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ശ്രീലേഖ അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കുകയാണോ അരുൺ? അവിടെ ശ്രീലേഖയ്ക്ക് ഇരിക്കാൻ ഒരു ഓഫീസുണ്ട്. അവിടെ കഴിഞ്ഞ 7 വർഷമായിട്ട് ശാസ്തമംഗലത്തെ കൗൺസിലർ ആ ഓഫീസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആ ഓഫീസിന് വലിപ്പക്കുറവാണ് എന്ന് പറഞ്ഞ് MLAയുടെ ഓഫീസ് വേണമെന്ന് പറയുന്നു. അതെന്താണ് അതിൻ്റെ ലോജിക്ക് ഇനിയും പിടികിട്ടുന്നില്ല അരുൺ. നാട്ടുകാർക്ക് ഇതിനകത്ത് ഒരു പ്രതിഷേധം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനകത്തൊരു രാഷ്ട്രീയ സാധ്യത LDFും കാണുന്നുണ്ട്. നിയമപോരാട്ടം നടത്തുക, ഇവരെയൊക്കെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പ്രശാന്ത് പറയുന്നതനുസരിച്ച് നിയമപോരാട്ടത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ? അതോ ശ്രീലേഖ പിൻവാങ്ങുമോ ഈ ആവശ്യത്തിൽ നിന്ന്?
അരുൺ, ഇവിടെ വളരെ കൃത്യമായിട്ട് പ്രശാന്ത് സൂചിപ്പിക്കുന്നത് ചില നിയമ സാധ്യതകളാണ്. കാരണം 10 മാസം മുൻപാണ്, അതായത് കഴിഞ്ഞ LDFന്റെ ഭരണസമിതി ഇരിക്കുന്ന കാലത്ത് തന്നെ ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരുന്നു, ഈ കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ, അതായത് അടുത്ത വർഷം മാർച്ച് വരെ തനിക്ക് ആ ഓഫീസിൽ ഇരിക്കാമെന്നുള്ള ഒരു അവകാശമാണ് നിലവിൽ VK പ്രശാന്ത് ഉന്നയിക്കുന്നത്. താൻ മേയറായിരിക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിച്ചതും എല്ലാ കൌൺസിലർമാർക്കും അവർക്ക് ഓഫീസ് വേണമെന്നുള്ള ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതും പ്രശാന്ത് തന്നെയാണെന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ ഇവിടെ ശ്രീലേഖയുടെ ആ ഒരു നീക്കം അത് ഒരു കടുത്ത ജനാധിപത്യ വിരുദ്ധ നീക്കമാണ്. അങ്ങേയറ്റം ഒരു ധിക്കാരപരമായുള്ള ഒരു നിലപാടുമായിട്ടാണ് ശ്രീലേഖ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശ്രീലേഖ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല, NDAയുടെ ഒരു തീരുമാനം അതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്ന് പ്രശാന്ത് പറയുന്നു. പക്ഷെ അപ്പോഴും ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ കൌൺസിലാണ് ഭൂരിപക്ഷമുള്ള കൌൺസിലർ തീരുമാനമെടുത്താൽ